നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അമ്മയും പപ്പായൻ അയർലൻഡിൽ വന്ന ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞാനൊരു വീഡിയോ ഇട്ടത്. ഇന്ന് എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, എൻ്റെ സൗണ്ടിന് ആ ഒരു എനർജിയുമില്ല. കാരണം ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് ഡബിളിലേക്ക് പുറപ്പെടുവാണ് അമ്മേനെയും പപ്പേനെയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം ഇവർക്ക് ഒന്നും കൂടെ കടൽ തീരമൊക്കെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ കടൽ തീരത്തൊക്കെ ഒന്ന് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പം നാളെ മുതൽ ഇവിടെ വൈകുന്നേരം കടൽ തീരത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കാമെന്നല്ലാതെ അപ്പനും അമ്മയും കാണത്തില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അവർക്കും എന്നെ മിസ് ചെയ്യുമായിരിക്കും. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ ഈ കടൽ തീരത്ത് വന്നിങ്ങനെ ഇരിക്കാറുണ്ട്. നല്ല ഒരു തണുത്ത കാറ്റും ഇടയ്ക്കൊരു പാട്ടൊക്കെ കേൾക്കുവാണെങ്കിൽ ഭയങ്കര ഒരു രസമായിരിക്കും ഈ കടൽ തീരത്ത് വന്നിങ്ങനെ ഇരിക്കാൻ. പപ്പയാണെങ്കിൽ ഫോൺ നിറച്ചും വീഡിയോസ് എടുത്ത് തീർക്കുവാണ്. കാരണം ഇനി നാളെ തൊട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പപ്പ ഭയങ്കര തിരക്കിലാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതെടുത്ത് അങ്ങ് പോയാൽ മതി. നമ്മൾ ബസ്സിനാണ് ഡബ്ലിൻ വരെ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം കാറിൽ സഞ്ചരിച്ചിട്ട് അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ബസ്സിനാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എന്തു തന്നെയാണെങ്കിലും എൻ്റെ മുഖത്ത് ആ വിഷമമൊക്കെ കാണാനുണ്ട് അവർ പോകുന്നതിൻ്റെ. വൈകുന്നേരം ആയപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് നാളത്തേക്കിനുള്ള ചോറൊക്കെ വെച്ചേക്കാം, എന്നിട്ട് എന്തെങ്കിലും കറിയും കൂടെ ഒക്കെ വെക്കാം, പിന്നെ തിരിച്ച് വന്നിട്ട് കറിയൊന്നും വെക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. നമ്മളെക്കുറിച്ച് ഓർക്കാനും സങ്കടപ്പെടാനും കൺസേൺ പറയാനും ഒക്കെ നമ്മുടെ അപ്പനും അമ്മയും അല്ലാതെ വേറെ ആരാ അല്ലേ. തിരിച്ചു വരുന്ന വഴിക്ക് നല്ല കുറേ വെള്ളപ്പൂക്കൾ കണ്ടേ, അതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഇതിപ്പോൾ സമ്മറല്ലേ, അതുകൊണ്ട് ഇവിടെ പൂക്കളുടെ ഒരു കളി തന്നെയാണ്. എവിടെ തിരിഞ്ഞാലും പൂക്കളാണ്. ഇവർക്കാണെങ്കിൽ ഈ പൂക്കളൊക്കെ കാണുമ്പം അയർലൻഡ് വിട്ടിട്ട് നാട്ടിലേക്ക് പോകാൻ തോന്നുന്നതേ ഇല്ല. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് പൂക്കളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പപ്പയാണെങ്കിൽ നിന്നങ്ങ് ഫോട്ടോ എടുക്കുമായിരുന്നു. വൈകുന്നേരം ഞാൻ കുറച്ച് കേക്ക് ഉണ്ടാക്കി അവർക്ക് അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അമ്മയും ഞാനും കൂടെ നമ്മൾ അങ്ങോട്ട് ബസ് കയറാൻ പോകുന്നതിന് മുന്നേ അയർ സ്ക്വയറിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു രസമായിരുന്നു. രാത്രിയിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഏകദേശം എന്തോ 12 മണി സമയത്താണ് ഞങ്ങൾ ഈ നടക്കുന്നത്. പപ്പാനെ അവിടെ ബാഗ് ഒക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരുടെ ഫ്ലൈറ്റിന് സമയമായി. അവർ രണ്ടിനെയും വീൽ ചെയറിലിരുത്തി അവർ കൊണ്ടുപോയി. ഈ സമയത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് കാപ്പിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സങ്കടമായി. അപ്പനും അമ്മയും ഉള്ളിടത്തോളം കാലം അവരുടെ കൂടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ കുറച്ച് കടവും ബാധ്യതകളും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ നിന്നാലും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഉള്ള മിക്ക ആളുകളും ആയിരിക്കും കൂടുതലും പ്രവാസികളാകാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോഴും നാട് തന്നെയാണ് ഇഷ്ടം. ഒരു പക്ഷേ ഭാവിയിൽ എനിക്ക് നാട്ടിൽ പോയി താമസിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ പോയി താമസിക്കും. പക്ഷേ അപ്പം എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ ശരിക്കും കുറേ അധികം സന്തോഷിച്ചു, കുറേ അധികം ഞങ്ങൾ ചിരിച്ചു കളിച്ചു, ഫുഡുണ്ടാക്കി, ട്രാവൽ ചെയ്തു, അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ടാക്കി. അതെല്ലാം എൻ്റെ ഫോണിലുണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണാമല്ലോ. അമ്മയും പപ്പയും മൊബൈൽ നിറയെ മെമ്മറീസും കൊണ്ടാണ് നാട്ടിൽ പോയേക്കുന്നത്. അവർ അതൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.